നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കർശന പരിശോധന നടക്കുന്ന സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി കുവൈത്ത്. താമസ നിയമലംഘകരെ കണ്ടെത്താൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. തിരിച്ചറിയൽ രേഖകൾ ഇല്ലാതെ ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. പലയിടങ്ങളിലും മിന്നൽ പരിശോധന നടക്കുന്നത് കാരണം തിരിച്ചറിയൽ രേഖ കൈവശം വെക്കാതെ പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. മാത്രമല്ല, പരിശോധനയ്ക്ക് എത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സഹകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ ആൻഡ് സെക്യൂരിറ്റി മീഡിയ വിഭാഗമാണ് മുന്നറിയിപ്പ് നൽകിയത്. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അസ്വാബാഹിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന ശക്തമാക്കിയത്. അതേസമയം അനധികൃത താമസക്കാരെയും നിയമലംഘകരെയും പിടികൂടുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം തുടക്കമിട്ട ക്യാമ്പയിൻ 10ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അഹമ്മദി, ഫർവാനിയ ഗവർണറേറ്റുകളിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന പരിശോധനയിൽ അനേകം പേരാണ് പിടിയിലായത്. ഫർവാനിയ ഗവർണറേറ്റ് സെക്യൂരിറ്റി ഡയറക്ടറേറ്റിന്റെ കീഴിൽ ജലീബ് അൽ ഷുയൂബ്, ഫർവാനിയ, ഖൈത്താൻ പ്രദേശങ്ങളിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് 263 പേരും, അഹമ്മദി സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് മഹ്ബൂലയിൽ നടത്തിയ ചെക്കിങ്ങിൽ 12 പേരും പിടിയിലായത്. വിസ കാലാവധി കഴിഞ്ഞവരാണ് ഇവരിൽ ഏറെയും. വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഉണ്ട്. അതുപോലെ 3 ഘട്ടങ്ങളിലൂടെ പ്രവാസി ജീവനക്കാരെ പൂർണ്ണമായി ഒഴിവാക്കാനും പകരം സ്വദേശികൾക്ക് ജോലി നൽകാനുള്ള പദ്ധതിയുമായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി രംഗത്തെത്തിയിരുന്നു. മുനിസിപ്പാലിറ്റി കാര്യ മന്ത്രി ഡോക്ടർ റാണ അൽ ഫാരിസ് ആണ് ഇത് സംബന്ധിച്ച പദ്ധതിക്ക് രൂപം നൽകിയതെന്ന് കുവൈത്തി മാധ്യമമായ അൽ ഖബസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ആദ്യഘട്ടത്തിൽ കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളല്ലാത്ത ജീവനക്കാരിൽ 33% പേർക്ക് പിരിച്ചുവിടാനുള്ള നോട്ടീസ് നൽകും. ആദ്യഘട്ടത്തിൽ കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളല്ലാത്ത ജീവനക്കാരിൽ 33% പേർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകും. വരുന്ന സെപ്റ്റംബർ 1 മുതൽ ഇത് നടപ്പാക്കാനാണ് കുവൈത്തിന്റെ തീരുമാനം. അടുത്ത 33% പ്രവാസി ജീവനക്കാർക്ക് അടുത്ത വർഷം ഫെബ്രുവരി 1 മുതൽ പിരിച്ചുവിടൽ നോട്ടീസ് നൽകും. അവശേഷിക്കുന്ന 33% പേർക്ക് അടുത്ത വർഷം ജൂലൈ 1 പിരിച്ചുവിടൽ നോട്ടീസ് നൽകാനാണ് തീരുമാനമെന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രവാസികളെ പൂർണ്ണമായി ഒഴിവാക്കാനാണ് തീരുമാനമെങ്കിലും ചില വിഭാഗങ്ങൾക്ക് ഇതിൽ ഇളവ് നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. വിദേശികൾ, വിവാഹം ചെയ്ത സ്വദേശി വനിതകളുടെ മക്കൾ, GCC രാജ്യങ്ങളിൽ നിന്നുള്ളവർ, നിർദ്ദിഷ്ട നിബന്ധനകൾ പാലിക്കുന്ന ബിദൂനികൾ തുടങ്ങിയവർക്കായിരിക്കും ഇളവ് ലഭിക്കുക. സ്വദേശികളല്ലാത്ത ജീവനക്കാരുടെ നിയമന നടപടികൾ നിർത്തിവെക്കാനും സ്വദേശികളല്ലാത്ത ജീവനക്കാരുടെ വകുപ്പുകളും സെക്ടറുകളും തമ്മിലുള്ള സ്ഥലം മാറ്റങ്ങളും നിർത്തിവെക്കാനും മുനിസിപ്പാലിറ്റി കാര്യ മന്ത്രി ഡോക്ടർ റാണ അൽ ഫാരിസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.